ലക്ഷ്മി ദേവീനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആരാധിക്കേണ്ടത്? അഷ്ടലക്ഷ്മികളുണ്ട്. ഇപ്പം നമ്മൾ തന്ത്രത്തിൽ ദശമഹാവിദ്യാക്രമത്തിൽ എടുക്കുകയാണെങ്കിൽ ജ്യേഷ്ഠ എന്ന് പറയുന്നത് ധൂമാവതിയാണ് എന്നുണ്ടെങ്കിൽ കമലാത്മിക എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയാണ് മഹാലക്ഷ്മിയായിട്ട് കാണുന്നത്. ഇപ്പം ഈ ലക്ഷ്മികളിൽ തന്നെ പല വിധാനത്തിലുണ്ട്. ഇപ്പം ഈ അഷ്ടലക്ഷ്മി പോലെ തന്നെ ഷോഡശലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് 16 ടൈപ്പ് ഓഫ് ലക്ഷ്മികളെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ അഷ്ടലക്ഷ്മികൾ നേരത്തെ നമ്മൾ ഈ ഷഡ്കർമ്മങ്ങൾക്ക് നമ്മൾ അഷ്ടകർമ്മം എന്ന് പറഞ്ഞെടുത്തല്ലോ, അതിൻ്റെ കുറേ ഡിവിഷൻസ് നമ്മൾ എടുത്ത പോലെ തന്നെ ഇതിനകത്ത് ഈ ഷോഡശലക്ഷ്മി ക്രമത്തിനകത്തും ഒരുപാട് വേറെ ക്രമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മൈന്യൂട്ടായിട്ടുള്ള ഓരോരോ ഐശ്വര്യം ലഭിക്കേണ്ട മേഖലകളെയും എന്താ പറയുക പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നതായിട്ടുള്ള വിധാനങ്ങളാണത്. അപ്പോൾ നമുക്ക് ഏത് മേഖലയിലാണ് ഐശ്വര്യം ഇല്ലാത്തത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തിയതിന് ശേഷം ആ മേഖലയെ ആക്ടിവേറ്റ് ചെയ്യുക. അതിന് സഹായിക്കുന്നതാണ് ഈ ഓരോ ലക്ഷ്മികൾ. ഇപ്പം സന്താനം പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സന്താനലക്ഷ്മി ചെയ്യുക. ധനലക്ഷ്മി എന്ന് പറയുന്നത് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, പഠനം എന്നുള്ള കാര്യങ്ങളെ വർദ്ധിപ്പിക്കാനാണ്. അപ്പം ഇവിടെ ഈ ഇത്തരത്തിൽ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് സമൃദ്ധി വേണോ ആ മേഖലകളെയൊക്കെ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നതായിട്ടുള്ള ക്രമങ്ങൾ ഈ ലക്ഷ്മി ഉപാസനയിലുണ്ട്. ഇത് എല്ലാ ദേവതാവിധാനത്തിലും ഈ ക്രമങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗാണപത്യ തന്ത്രം, അതിനകത്ത് ഈ ഗണപതിയുടെ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗണപതിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്തംഭനം. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജ്യേഷ്ഠ ഭഗവതിയെ ധൂമാവതി എന്ന് പറയുന്ന ദേവിയെ കൊണ്ട് നമുക്ക് ഉച്ചാടന ക്രിയയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉച്ചാടനം നമ്മൾ കൊണ്ട് കളയലാണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എടുത്ത് കളയുക എന്നുള്ളൊരു ക്രമത്തിലേക്ക് ഈ ധൂമാവതി ഉപയോഗിക്കാം. ഇതേ ധൂമ്ര ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ഗാണപത്യ തന്ത്രത്തിലൊരു വിധാനമുണ്ട്. ഈ ധൂമാവതിയുടെ ഈ ജ്യേഷ്ഠ ഭഗവതിയുടെ അതേ ഫ്രീക്വൻസിയിൽ അതേ കാര്യത്തിൽ ഇതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദേവതാ വിധാനമാണ് ധൂമ്ര ഗണപതി. അപ്പം ഇതുപോലെ ശൈവം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ഉണ്ട് കപാലശിവൻ, കപാലേശ്വരൻ, എങ്ങനെയൊക്കെ തുടങ്ങി ശൈവത്തിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പം ഐശ്വര്യം കൊടുക്കുന്നതായിട്ടുള്ള ശിവന്റെ ക്രമത്തിൽ വരുന്നതാണ്, ഭൈരവ വിധാനത്തിൽ വരുന്നതാണ് സ്വർണ്ണാകർഷണ ഭൈരവൻ. ഇത് ശൈവമാണ്, മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ ശിവനിലുണ്ട്. ശൈവതന്ത്രത്തിൽ ഇതെടുത്തു കഴിഞ്ഞാൽ അതിലും ഇതുപോലത്തെ ഒരുപാട് ക്രമങ്ങളുണ്ട്. വൈഷ്ണവം എടുത്താൽ അതിലുണ്ട് പലതരത്തിലുള്ള രാജഗോപാല മന്ത്രം. നമുക്ക് എന്താ പറയുക സമൃദ്ധി മറ്റു കാര്യങ്ങളൊക്കെ തരാൻ സഹായിക്കുന്ന മന്ത്രമാണ്. വിദ്യാരാജഗോപാലം വിദ്യ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ വിധാനങ്ങളിലും ഇതുണ്ട്. നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ക്രമങ്ങൾ തന്ത്രത്തിലെ ഒരുവിധ എല്ലാ വിധാനങ്ങളിലും ഉണ്ട്. പക്ഷെ നമുക്ക് ആപ്റ്റ് ആവുന്നത് ഏതാണ്? ഓരോ വ്യക്തിക്കും ഓരോന്നാണല്ലോ ഫലിക്കുക. അപ്പോൾ അയാളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അയാൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് അതിനുള്ള പൂജകളോ ഹോമങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഈ പഠിച്ച ആൾക്കാരും ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ശൈവത്തിൽ അല്ലെങ്കിൽ ശാക്തേയത്തിൽ ഒരുപാട് ഉഗ്രമൂർത്തികളുണ്ട്. എങ്ങനെ? അതായത് ഇപ്പൊ ദേവതാ ഭാവങ്ങൾ ഉഗ്ര ദേവതകളുണ്ട്. അതെ. അപ്പൊ ഈ ദേവതകളെ നമ്മൾ ഇതുപോലെ ആരാധിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അതായത് നമുക്ക് എല്ലാവർക്കും ഇതൊന്നും ആരാധിക്കാൻ പാടില്ല, അതിന് പ്രത്യേക ക്രമങ്ങളുണ്ട്. ഉഗ്രദേവതകളെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ടല്ലോ. ഉഗ്രദേവതകളെ ആരാധിക്കേണ്ട ഉഗ്രമായിട്ടുള്ള ഒരു ഭാവം നമുക്ക് ആവശ്യമാണല്ലോ. ഉഗ്രദേവതകളെ ആരാധിക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രമങ്ങൾ കൃത്യമായിട്ട് അറിയണം. കൃത്യമായി അറിഞ്ഞ് ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് ഗുണം ചെയ്യും. അറിയാതെ ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ക്രമം കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ച് ഉപാസിക്കണം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.